കരൂരിലെ യോഗത്തിന് 2 സ്റ്റേഡിയങ്ങളാണ് ആദ്യം വിജയ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ രണ്ടിടത്തും അനുമതി നൽകിയില്ല. പിന്നീട് അനുമതി നൽകിയത് വിജയ് വേണ്ടെന്ന് വെച്ചിട്ടാണ് പുതിയ സ്ഥലത്തേക്ക് മാറുന്നത്. അവിടെ പക്ഷേ ഇത്രയും വലിയൊരു യോഗം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഡിവൈഡറുകൾ വെച്ച ബൈപ്പാസ് ആണ് അവിടെ ആളുകൾക്ക് തടിച്ചുകൂടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വിജയുടെ ഭാഗത്തും ചില വീഴ്ചകൾ ഉണ്ടായി. അപകട കാരണമായി വിലയിരുത്തുന്നത് പല സാഹചര്യങ്ങളാണ്. ഒന്നാമത്തേത് ആ ഒരു യോഗ സ്ഥലം തന്നെയാണ്. ഡിവൈഡറുകൾ അടക്കമുള്ള ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരിടത്ത് യോഗം നടത്തി എന്നത് പ്രധാന കാരണമായി. 10,000 പേരെ പ്രതീക്ഷിച്ചെടുത്ത് എത്തിയത് 1.5 ലക്ഷം പേരാണ്. അവരെ ഉൾക്കൊള്ളാനുള്ള ശേഷി ആ സ്ഥലത്തിനുണ്ടായിരുന്നില്ല. നാമക്കല്ലിൽ രാവിലെ 8:45 യോഗമുണ്ടെന്നും അത് കഴിഞ്ഞ് ഏതാണ്ട് 2 മണിയോടുകൂടി എത്തുമെന്നുമായിരുന്നു വിജയ് അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് രാവിലെ മുതൽ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. എന്നാൽ നാമക്കല്ലിലെ യോഗത്തിലേക്ക് വിജയ് പോയത് 2 മണിക്കാണ്. അതായത് 4.5 മണിക്കൂർ വൈകിയാണ് വിജയ് എല്ലാ പദ്ധതിയും ഇട്ടത്. നാമക്കല്ലിലെ യോഗം കഴിഞ്ഞ് കരൂർ എത്തിയപ്പോൾ ഏതാണ്ട് 4-5 മണിക്കൂർ വൈകി. അപ്പോഴേക്കും ജനസാഗരം അവിടെ കീഴടക്കിയിരുന്നു. വിജയ് വാഹനത്തിൽ നിന്നിറങ്ങി യോഗം നടക്കുന്ന വാഹനത്തിലേക്ക് ആളുകളെ വകഞ്ഞു മാറ്റി പോവാൻ ഏതാണ്ട് 1.5 മണിക്കൂർ കൂടി എടുത്തു. ഓർക്കണം, വെളുപ്പാങ്കാലത്ത് മുതൽ കാത്തു നിൽക്കുന്ന ആരാധകർക്കിടയിലേക്ക് വിജയ് എത്തുന്ന രാത്രി 7 മണിയോടെയാണ്. വിജയുടെ പ്രസംഗം തുടങ്ങുന്ന 7 മണിയോടെയാണ്. ഇതിനിടയിൽ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ആളുകൾ വലഞ്ഞു. ഓർക്കണം, തിങ്ങി നിറഞ്ഞാണ് ആളുകൾ നിൽക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കഴിയാതെ വേറെ ഉച്ഛ്വാസം നമ്മുടെ മുഖത്തേക്ക് വരുന്ന പോലെ ആളുകൾ തിങ്ങി നിൽക്കുന്നു. അവർക്ക് വെള്ളം കിട്ടുന്നില്ല. പലരും തലകറങ്ങി വീഴുന്നു. കുഞ്ഞുങ്ങളുണ്ട്. മരിച്ചവരിൽ ഒരു 1.5 വയസ്സിലെ കുട്ടിയുണ്ടെന്ന് ഓർക്കണം. മരിച്ചവരിൽ ഗർഭിണികളുണ്ടെന്ന് ഓർക്കണം. അവർ വിജയിയെ കാണാൻ എത്തിയതാണ്. അവർക്ക് വെള്ളം കിട്ടിയില്ല, ശ്വസിക്കാൻ വായു കിട്ടിയില്ല, കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് അവർ തലകറങ്ങി വീഴാൻ തുടങ്ങിയപ്പോൾ വിജയ് വെള്ളം എറിഞ്ഞു കൊടുത്തത് അതിനേക്കാൾ കുഴപ്പമായി. വാഹനത്തിൽ നിന്ന് വിജയ് വെള്ളം എറിഞ്ഞു കൊടുക്കുന്ന ചിത്രം പുറത്തു വന്നു. ഈ വിജയിയുടെ കയ്യിൽ നിന്നും വെള്ളം കിട്ടാനുള്ള ആവേശത്തോടെ ആ വെള്ളത്തിന് വേണ്ടി ആളുകൾ പിടികൂടിയപ്പോൾ പലരും നിലത്ത് വീണു. അങ്ങനെയാണ് ചവിട്ടേറ്റ് 41 പേർ കൊല്ലപ്പെടുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, 43 ഡിഗ്രി ചൂടായിരുന്നു ഈ യോഗം നടക്കുമ്പോൾ സ്ഥലത്ത് നിന്ന് ഓർക്കണം.